നമുക്കിന്ന് വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് ഉണ്ടാക്കാം. മറ്റൊന്നല്ല, ഒരു തക്കാളി ചോറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. തക്കാളി സാദം എന്നൊക്കെ പറയും. നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും അതേപോലെ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ടൈം ഉണ്ടാവില്ലേ, അപ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. നല്ല ടേസ്റ്റുമാണ്. ഒരു തൈരോ അച്ചാറോ എന്തെങ്കിലും ഒന്ന് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. നമുക്കാദ്യം ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നെയ്യ് തന്നെ ചേർക്കണം എന്നില്ല. ഇനി ഓയിലിൽ ഉണ്ടാക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. സൺഫ്ലവർ ഓയിലും നമുക്കിത് റെഡിയാക്കാൻ പറ്റും കേട്ടോ. ഞാൻ നെയ്യ് ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നെയ്യ് ചേർക്കുന്നത്. ഇഷ്ടമില്ലാത്തവർ സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകവും ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട. ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണിത്, അത് 1 ടേബിൾ സ്പൂൺ. അതുപോലെ ഏകദേശം ഒരു 1.25 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ സവാള 2 മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 2 മീഡിയം സൈസ് സവാളേനും ഇതുപോലെ ചെറുതായിട്ട് അരിയാം. സവാളേനെ നീളത്തിൽ അരിയേണ്ട, ഇതേപോലെ ചെറുതായിട്ട് അരിയുന്നതായിരിക്കും ഈ ടൊമാറ്റോ റൈസിനൊരു കാണാനും ഭംഗിയുണ്ടാവുക. അതുകൊണ്ട് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് 2 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സവാള പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 3 തക്കാളി വേണം കേട്ടോ. നമുക്ക് ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ തക്കാളി ആയതുകൊണ്ട് തന്നെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വലിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം മതിയാകും കേട്ടോ. അപ്പോൾ ടൊമാറ്റോ റൈസ് അല്ലേ, അപ്പോൾ എന്തായാലും തക്കാളി അത്യാവശ്യം വേണ്ടി വരും. അപ്പം ചെറിയ തക്കാളി 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ട് വേവണം. ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് ഏകദേശം ഒരു ഒടയുന്ന പരുവാവണം. എന്നാലേ തക്കാളിയുടെ ടേസ്റ്റ് റൈസിലെ എല്ലാ ഭാഗത്തും എത്തുള്ളൂ. അപ്പോൾ നമുക്ക് തക്കാളി ഇതിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ തക്കാളി പെട്ടെന്ന് നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടും. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ചട്ടകം കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. എൻ്റേത് പത്രക്ക് അങ്ങ് പഴുക്കാത്ത തക്കാളിയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഉടച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത്. ഓൾറെഡി നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും തന്നെ നന്നായിട്ട് കുഴഞ്ഞ് പോയിട്ടുണ്ടാകും. അതിൽ ആ ഒരു പരുവത്തിലാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ആദ്യം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമുക്ക് എരിവ് വളരെ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ തന്നെ മതിയാകും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത്രയും മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. വേറെ ഒരു മസാലയും ആവശ്യമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ തന്നെ മല്ലിയില ചേർക്കാം കേട്ടോ, എന്നാലേ ആ ഒരു ഫ്ലേവർ എല്ലായിടത്തും ഒന്ന് എത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അത് ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം മല്ലിയില ചേർത്തിട്ട്. എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്കുള്ള റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് നമുക്ക് 2 രീതിയിൽ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. ഒന്ന് ഓൾറെഡി കുക്ക് ചെയ്ത റൈസ് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ വൈറ്റ് റൈസ് ഉണ്ടാക്കിയിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ ടൊമാറ്റോ റൈസ് റെഡിയാകും. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ റൈസ് ഇതിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്യാണ്. ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് അരിനെ ഞാൻ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചതാണ്, ബസ്മതി റൈസാണ്. അപ്പോൾ അതിന് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ റൈസിനെ ഇതിലിട്ടിട്ട് ഞാൻ കുക്ക് ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ തക്കാളിയുടെയൊക്കെ ടേസ്റ്റ് അരിയിൽ നന്നായിട്ട് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ടൊമാറ്റോ റൈസിന്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1.5 കപ്പ് അരിക്ക് ഞാൻ 2.25 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഒരു കപ്പിന് ഏകദേശം 1.5 കപ്പ് എന്നുള്ള കണക്കിലാണ് ഞാൻ എപ്പോഴും വെള്ളം എടുക്കാറ് കേട്ടോ, നമ്മൾ ചോറ് വറ്റിച്ചെടുക്കുന്ന കേസിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 2.25 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം. നമ്മൾ നെയ്ച്ചോറൊക്കെ ചെയ്യില്ലേ, വെള്ളം വറ്റിച്ചെടുക്കില്ല, അതേപോലെ ചെയ്താൽ മതി. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇതിൽ ഉപ്പ് ടെസ്റ്റ് ചെയ്യണം കേട്ടോ, കാരണം ഇതിൽ അരിയും കൂടെ കിടന്ന് വേവാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം.
ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ വേണ്ടി വരും. പിന്നെ നമ്മുടെ ഫ്ലെയിമിൻ്റെ ചൂടനുസരിച്ചൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 10 മിനിറ്റ്, അതാവുമ്പോൾ ഓപ്പൺ ചെയ്തൊക്കെ ആയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ സമയം വെച്ചിട്ട് കറക്റ്റ് അതിൻ്റെ ഒരു വേവ് ആവുന്നത് വരെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അത്രയേ ഉള്ളൂ, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റൂ ഇത്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ അരി ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യില്ല കേട്ടോ, നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത റൈസ് ചേർക്കുന്നതും ഇങ്ങനെ ഉണ്ടാക്കുന്നതും തമ്മിലുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അതേപോലെ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു ഐറ്റമാണ്. കാരണം സ്കൂളിൽ നിന്ന് എന്തായാലും ചൂടാറിയാലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.